ബാങ്ക് തട്ടിപ്പിൽ പ്രതി ചേർത്ത ഇഡിയുടെ നടപടി രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗം എന്നുള്ളത് ഈ ഇഡിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ നീക്കങ്ങൾക്കിടയിലും CPIM തീർക്കുന്ന പ്രതിരോധമായിരുന്നു. CPIM ഉയർത്തിയ പ്രതികരണം അതുതന്നെയായിരുന്നു. ഇപ്പോഴും ഈ കുറ്റപത്രം വന്നതിന് ശേഷവും CPIM നേതാക്കൾ പ്രതികരിക്കുന്നത് ഇത് ഇഡി ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാണ്, അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നുള്ളതാണ്. കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. അഭിനന്ദ്, പാർട്ടിയെ തന്നെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇഡിയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യവും പ്രധാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ അടുത്തിരിക്കെ പാർട്ടിയെ തന്നെ പ്രതി ചേർത്തുകൊണ്ട്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് തെളിവുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇഡി ഒരു കുറ്റപത്രം കോടതിക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. CPIM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് അഭിനന്ദ്? CPIM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഇഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPIM ന്റെ മുതിർന്ന നേതാക്കളാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. കെ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മളോട് നടത്തിയത്. 24നോട് ആണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ഇപ്രകാരമായ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇഡി രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതെന്നാണ് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. ഇഡി അന്വേഷണം തന്നെ രാഷ്ട്രീയമായി തന്നെ തളർത്തുവാനായിരുന്നു. ജില്ലയിലെ പാർട്ടി ആകമാനം തളർത്താനൊപ്പം തന്നെ സംസ്ഥാനത്ത് തന്നെ ശക്തിയുള്ള പാർട്ടിയെ പിണറായി സർക്കാരിനെ ആകമാനം വേട്ടയാടുന്ന നടപടി നേരത്തെ തന്നെ ഇഡി സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നായിരുന്നു CPIM നേതാവും ഒപ്പം തന്നെ എംപിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. CPIMന്റെ പ്രാദേശിക നേതാക്കളെ അടക്കം പ്രതി ചേർത്തായിരുന്നു നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പോൾ ഇതാ CPIMന്റെ തന്നെ മുതിർന്ന നേതാക്കൾ, ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ട കുറ്റപത്രമാണ് ഇത്തരത്തിലേക്ക് സമർപ്പിച്ചത്. ഇതിനോടകം തന്നെ CPIMന്റെ ജില്ലാ സെക്രട്ടറി പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇപ്രകാരമാണ് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം. ജനകീയ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇഡി കൂടുതൽ കുരുക്കിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കം മാത്രമാണിതെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നു. ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകാനാണ് തീരുമാനമെന്നും KV അബ്ദുൽ ഖാദർ 24നോട് പ്രതികരിച്ചു. കൃത്യമായ ആസൂത്രണം ഇതിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇഡി അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ നേരത്തെ നിശ്ചയിക്കാതുള്ള റെയ്ഡുകൾ അടക്കം ഉണ്ടായ സമയത്ത് തന്നെ നേതാക്കളെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഇഡിയുടെ ലക്ഷ്യമെന്നും ഇപ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ അടക്കം ഇഡിക്ക് മുന്നിൽ വരുന്നു. പിന്നീട് അത് മുതിർന്ന നേതാക്കളിലേക്ക് പോകുന്നു. ഒടുവിലിതാ കുറ്റപത്രമായി 3 ജില്ലാ സെക്രട്ടറിമാരെ പ്രതി ചേർത്തുകൊണ്ട് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിലാണ് യഥാർത്ഥത്തിൽ തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ പ്രതികരണം അല്പസമയത്തിനും തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടെ തന്നെ ആദ്യത്തെ ഒരു പ്രതികരണം എന്ന രീതിയിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനിക്കുന്നു. ജനകീയ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനും തന്നെ പ്രതി ചേർക്കപ്പെട്ട AC മൊയ്തീനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് നിലവിൽ CPIM തീരുമാനിച്ചിരിക്കുന്നത്. നേതാക്കളെയും പാർട്ടിയെ തന്നെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഇഡിയുടെ കുറ്റപത്രം, കരുവന്നൂർ കേസിലെ ഇഡിയുടെ നിർണായകമായ നീക്കം, അതിനെ രാഷ്ട്രീയമായി ഒപ്പം നിയമപരമായി നേരിടും എന്നാണ് CPIM അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ CPIM ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം വന്നത്. KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി 24നോട് പ്രതികരിക്കുന്നുണ്ട്. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, അതിനുവേണ്ടി ജനകീയ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കും. ഇത് ഇഡി ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും എന്നാണ് CPIM വ്യക്തമാക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണവും ഒരുപക്ഷെ അല്പസമയത്തിനകം വരാനുള്ള സാധ്യതയുണ്ട്. YS അഭിനന്ദ് തൃശൂരിൽ നിന്നും, S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.